الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് ലോകത്തുള്ള വിശ്വാസികൾ കടന്നു പോകുന്നത്. ഈ മാസത്തിൽ വിശ്വാസികളുടെ ഇടയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന, പരസ്പരം ആശയപരമായി പ്രഭാഷണങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൻ്റെ ഏതൊരു കോണുകളിലൂടെ നാം പഠനവിധേയമായ കാര്യങ്ങൾ പരിശോധിച്ചാലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മാസത്തിൽ നടമാടുന്ന ധാരാളം ബിദ്അത്തുകൾ, പുത്തൻ ആചാരങ്ങൾ വിശ്വാസികളായ ആളുകൾക്ക് കാണാൻ സാധിക്കും. അത് ഈ മാസത്തിൽ ഒരു മടിയുമില്ലാതെയാണ് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വാചകം പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കർമ്മമാണ്. അവന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നൊരു പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാത്തവർ നബിയെ സ്നേഹിക്കാത്തവരാണ്, പ്രവാചക സ്നേഹമില്ലാത്തവരാണ് എന്ന രീതിയിലാണ് സാധാരണ ആളുകൾ പ്രചരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രവാചക സ്നേഹം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് എങ്ങനെയാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്? ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ ഖുതുബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നമ്മളൊരു ജുമാ ഖുതുബയിലാണുള്ളത്. ഈ ജുമാ ഖുതുബയുടെ സീഗ, അതിന്റെ രൂപം നമുക്ക് എവിടുന്ന് ലഭിച്ചു?
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുതുബ ഇങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ഖുതുബയുടെ തുടക്കത്തിൽ ഹംദ് ഉണ്ടാകണം, സ്വലാത്ത് ഉണ്ടാകണം. അത് ഖുതുബയുമായി ബന്ധപ്പെട്ട നിർബന്ധമായ ഘടകങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്. നബിയാണ് ഇതിന്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നത്. എന്തിനാണ് നമ്മൾ രണ്ട് ഖുതുബകൾ നടത്തുന്നത്? രണ്ട് ഖുതുബകൾ നടത്തുന്നത് ഖതീബിനൊരു ക്ഷീണം ഉണ്ടാകും, അയാളൊന്ന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിരിക്കും, അംഗീകാരം നൽകിയതായിരിക്കും. സാധാരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് പറയും, അൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീറുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ, പ്രവാചകന്റെ പ്രവൃത്തി, പ്രവാചകന്റെ അംഗീകാരം. ഇതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ, ഇതാണ് ദീനിലുള്ള കാര്യം. അപ്പൊ ദീൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദീനിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊരു മുസ്ലിമും ഏതൊരു മനുഷ്യനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. ഒരു വിശ്വാസിയാണോ അയാൾ നബിയെ സ്നേഹിക്കണം. അതിലൊരു തർക്കമല്ല, അതിലൊരു അഭിപ്രായ വ്യത്യാസമല്ല. ലോകത്താർക്കും തർക്കമല്ല. നബിയെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. വളരെ കൃത്യമായി അല്ലാഹു പഠിപ്പിച്ചു എങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത്. പ്രവാചക സ്നേഹം എങ്ങനെയാകണമെന്ന് ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരാണ്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? നബിയെ പറയണം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും. നബിയെ, നിങ്ങളുടെ പിതാക്കളും മക്കളും സഹോദരങ്ങളും ഇണകളും കുടുംബക്കാരും നിങ്ങൾ സമ്പാദിച്ച സമ്പത്തുക്കളും മന്ദീഭവിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയക്കുന്ന കച്ചവടവും, ഇതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഭാര്യ, മക്കൾ, ബാപ്പ, ഉമ്മ, അങ്ങനെ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കച്ചവടം, നമ്മുടെ സമ്പത്ത്, ഇതിനേക്കാളേറെ, ഇതിനോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട്, ഇതിനോടൊക്കെ നമുക്ക് തൃപ്തിയുണ്ട്. ആ വസ്തു ഇപ്പൊ നമ്മൾ എണ്ണി പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഏറെ ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നത്, അതാണ് ശരിക്കും പ്രവാചകനോടുള്ള സ്നേഹം. ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാറ്റിനേക്കാളും ഉപരി ആരെ സ്നേഹിക്കാൻ പറ്റണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാൻ പറ്റണം. അവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഭാര്യയെക്കാളേറെ, ഭർത്താവിനേക്കാളേറെ, അതേപോലെ തന്നെ മക്കളെക്കാളേറെ, സമ്പത്തിനേക്കാളേറെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അപ്പോഴാണ് ഒരാൾ വിശ്വാസിയാകാം. നബി പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ആ ആയത്തിനെ ഒന്നുകൂടെ വിശദീകരിക്കുന്ന ഹദീത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകൂല എന്നാണ്. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളേറെ, മക്കളെക്കാളേറെ, അതേപോലെ തന്നെ ജനങ്ങളിൽ എല്ലാത്തിലും ഉപരി നമ്മൾ ആരെ സ്നേഹിക്കണം? നബിയെ സ്നേഹിക്കണം. അതുവരെ ഒരാൾ വിശ്വാസിയാകൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്? നബിയെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമല്ല. നബിയെ സ്നേഹിക്കാത്തവൻ വിശ്വാസിയല്ല. സഹോദരങ്ങളെ, ഈ പ്രവാചകന്റെ ഈ അധ്യാപനത്തെ പ്രാവർത്തികമാക്കിയവരാണ് സ്വഹാബികൾ. പ്രവാചകന്റെ ഈ അധ്യാപനത്തെ പ്രാവർത്തികമാക്കിയവരാണ് സലഫുകൾ, മുൻഗാമികളായ ആളുകൾ. ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ വ്യക്തിയാണ് മഹാനായ അബു മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാ. മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, അദ്ദേഹം രാത്രി നമസ്കാരത്തിൽ തളർന്നു വീഴുമ്പോൾ ഒരു വടിയെടുക്കും, ഒരു ഊന്നുവടിയെടുത്തിട്ട് ആ വടി ഭൂമിയിൽ കുത്തിപ്പിടിച്ചാണ് ഇയാൾ നിസ്കരിക്കുക, ശരീരം തളരുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയസ്തഅതിറു ബിഹി ദൂനന. എന്താ അദ്ദേഹത്തിന്റെ വാചകം എന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾക്കില്ലാതെ അവർ, അഥവാ സ്വഹാബികൾ മാത്രമായി കൊണ്ടുപോകുമെന്ന് അവർ കരുതുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? നബിയെ സഹാബികൾ മാത്രം കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക്, സഹാബികളായ ആളുകളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്. എന്തിനാണ് പറയുന്നത്?
അദ്ദേഹം പറയുന്നത് നബിയുടെ കൂടെ ജീവിച്ചവരാണ് സ്വഹാബികൾ, നബിയെ സ്നേഹിച്ചവരാണ് സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കിയവരാണ്, അതുകൊണ്ട് തന്നെ അവര് സ്വർഗത്തിൽ നബിയുടെ കൂടെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വാചകം എന്താ? നിങ്ങൾ മാത്രമായിട്ട് നബിയുടെ കൂടെ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞു കല്ല വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹി സിഹാമൻ ഹത്താ യഅലമു അന്നഹും ഖല്ലഖു ബഅദഹും റിജാല. എന്താ അദ്ദേഹം പറഞ്ഞ വാചകം? അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, ഒരിക്കലും അത് നടക്കുകയില്ല. കാരണം എന്താ? പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്താൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കും. ആരായി പറയുന്നത്? പിൽക്കാലഘട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയാൻ, നിങ്ങൾക്ക് നബിയെ കാണാൻ ഭാഗ്യം കിട്ടി, നിങ്ങൾ നബിയെ ഇത്തിബാഅ് ചെയ്തു, നിങ്ങൾ സ്വർഗത്തിൽ നബിയുടെ കൂടെയാണ്, എന്നാൽ നിങ്ങൾ മാത്രമായിരിക്കും നബിയുടെ കൂടെ നിങ്ങൾ വിചാരിക്കണ്ട, ഞങ്ങളും വരും, ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കും. അതിനാ അദ്ദേഹം ചെയ്യുന്നത്? പ്രയാസപ്പെട്ട് രാത്രിയിൽ നമസ്കാരം നിർവഹിക്കുക. കാല് തളർന്നപ്പോ ഒരു വടി പിടിച്ച് നമസ്കരിക്കാൻ കാരണം എന്താ? അള്ളാന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഉൾപ്പെടണം, സ്വഹാബികൾ പോയതുപോലെ നബിയുടെ കൂടെ പോകണം. അതാണ് നബിയോടുള്ള സ്നേഹം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുണ്ടായിരുന്ന ഇഷ്ടം. ഉഹദ് യുദ്ധം നടക്കുകയാണ്. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. നബി മരിച്ചു. അപ്പൊ എല്ലാവരും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി. ആ യുദ്ധക്കളത്തിലേക്ക് ആളുകൾ പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന യുദ്ധക്കളത്തിലേക്ക് ഒരു സ്വഹാബ വനിത വരുന്നുണ്ട്, ഒരു സ്വഹാബ വനിത. അപ്പൊ അവര് വരുന്നത് കണ്ടപ്പോൾ യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ആ സ്വഹാബ വനിതയോട് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ മകൻ മരണപ്പെട്ടു. അവരൊന്നും പറഞ്ഞില്ല. അവരുടെ ചോദ്യം, നബി എവിടെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ? എവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? അപ്പൊ അവര് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിന് നബിക്കൊന്നും പറ്റില്ല, നബി സുരക്ഷിതനാണ്. അപ്പൊ ആ മഹദി പറഞ്ഞു, എനിക്ക് നബിയെ കാണണം, എനിക്ക് നബിയെ കാണണം. അങ്ങനെ ആ മഹദി സ്വഹാബ വനിത നബിയെ കാണുന്നുണ്ട്. നബിയെ കണ്ട ഒരു രംഗമുണ്ട്. നബിയെ കണ്ട രംഗം അവര് നബിയെ കണ്ട ഉടൻ അവര് പറഞ്ഞ വാചകം, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ഉടനെ അവര് പറയണം, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് സുരക്ഷിതനായിരിക്കെ അങ്ങേക്ക് ശേഷമുള്ള ഏതു വലിയ ദുരന്തവും എനിക്ക് നിസാരമാണ്. സ്വന്തം ഭർത്താവ് മരിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ, മകൻ മരിച്ചിട്ടുണ്ട്. അവരെന്ത് സങ്കടപ്പെടുത്തിയിട്ടില്ല എന്നല്ല, നബി സുരക്ഷിതനാണ് എന്ന് അറിയുവോളം അവരെന്തായിരുന്നു? അവര് ആശങ്കയിലായിരുന്നു. അതാണ് നബിയോടുള്ള സ്നേഹം. ഇങ്ങനെ സ്നേഹിച്ചവരാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ സ്വഹാബികളും സ്വഹാബ വനിതകളും താബിയുകളും. ഹുദൈബിയ സന്ധി നടക്കാണ്. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാർ എഴുതാൻ പിന്നെ ഉർവത്ത് ബിൻ മസ്ഊദിനെയാണ് നിയോഗിക്കുന്നത്. നബിന്റെ അടുക്കിലേക്ക് വന്ന് മക്കയുടെ പ്രതിനിധികളായി, മുശ്രിക്കുകളുടെ പ്രതിനിധിയായി വരുന്നത് ഉർവത്ത് ബിൻ മസ്ഊദാണ്. അങ്ങനെ വന്നു. അദ്ദേഹം ഇവിടെ വന്നു, കരാറൊക്കെ ഉണ്ടാക്കി അദ്ദേഹം തിരിച്ചു പോകുന്ന രംഗമുണ്ട്. തിരിച്ചു പോകുമ്പോ അദ്ദേഹം മക്കയിലെത്തി. മക്കയിലുള്ള ആളുകളോട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയണം, ഐ ഖൗമുൻ വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക് വഫത്തു അലാ ഖൈസർ വകിസ്റ വനജാശി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരുപാട് സ്ഥലത്ത് ദൂതനായി പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നിയോഗിച്ചത് പ്രകാരം ഒരു നാടിന്റെ പ്രതിനിധിയായി ദൂതനായി ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ രാജാക്കന്മാരെ കൈസറിലും കിസ്റയിലും നജ്ജാശിയുടെ സമീപത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം തരും, വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, നബിയുടെ അനുചരന്മാർ നബിയെ പിന്നെ ആദരിക്കുന്നത് പോലെ, ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു രാജാവിനെയും ഒരു സ്ഥലത്തും ആരും ഇഷ്ടപ്പെടുന്നില്ല. ആരും അത്രയും നബിയുടെ അനുയായികൾ, നബിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇത് ആരാ പറയുന്നത്? മുസ്ലിം അല്ലാതിരുന്ന ഉർവത്ത് ബിൻ മസ്ഊദ് മുശ്രിക്കുകളോട് പോയിട്ട് പറയണം. അവര് വിജയിക്കാൻ കാരണം എന്താ അറിയോ? അവർ ഇത്രമാത്രം ആ നബിയെ സ്നേഹിക്കുന്ന ആളുകൾ. അദ്ദേഹം പറഞ്ഞു, അവരോട് നബി എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ അത് പ്രാവർത്തികമാക്കാൻ അവർ മത്സരിക്കുകയാണ്, അവർ തിരക്ക് കൂട്ടുകയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ വുദൂ ചെയ്താൽ അതിന്റെ അവശേഷിക്കുന്ന വെള്ളം ലഭിക്കാൻ അവർ തിരക്ക് കൂട്ടും. നബി എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയ അവർ മിണ്ടാതിരിക്കും, നബി പറയുന്നത് കേൾക്കാൻ. അത്രമാത്രം പ്രവാചകനെ ഇഷ്ടപ്പെട്ടവരാണ് ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആളുകൾ. സഹോദരങ്ങൾ, ഞാൻ ഈ ചരിത്രങ്ങൾ ഉദ്ധരിച്ചത് ഇത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച ആളുകൾ അവര് കുറെ കാലങ്ങൾ ജീവിച്ചല്ലോ. അവര് റബീഉൽ അവ്വൽ മാസത്തിലൂടെ കടന്നുപോയല്ലോ. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള ഒരു ആഘോഷം,
അതിന്റെ ഏതെങ്കിലും ഒരടയാളം അവരാരെങ്കിലും നടത്തിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ അറിയാഞ്ഞിട്ടായിരിക്കുന്നു. അതൊരു പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇസ്ലാമിക ലോകത്തൊരു ഗ്രന്ഥമുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ എന്താ ഉള്ളത് അറിയോ? അള്ളാന്റെ റസൂൽ ചിരിച്ച സമയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചിരിച്ച സന്ദർഭങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമുണ്ട് ഇസ്ലാമിക ലോകത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറഞ്ഞ രംഗങ്ങൾ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ രംഗങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥമുണ്ട്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് കൃത്യമായി എല്ലാം രേഖപ്പെടും. നബി എന്ത് ചെയ്തു, നബി എന്ത് പറഞ്ഞു, നബി എങ്ങനെ ജീവിച്ചു, ഇതൊക്കെ രേഖപ്പെടുത്തിയതാണ്. സ്വഹാബികളുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. സ്വഹാബികളുടെ ജീവിതമുണ്ട്. എന്ത് ആ സ്വഹാബികളുടെ ചരിത്രത്തിൽ എവിടെയും അവരൊരു ജന്മദിനമാഘോഷം നടത്താഞ്ഞത്? അവർക്കിത് അറിയാഞ്ഞിട്ടാണോ? അവർക്കിതൊരു പുണ്യകരമായ കാര്യമാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ മത്സരിക്കുമായിരുന്നില്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, പ്രവാചക തിരുമേനി അവരാരും എന്ത് ചെയ്തിട്ടില്ല. ഇന്ന് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ജന്മദിനാഘോഷം നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്, ഉറപ്പാണ്, അതിലൊരു സംശയമല്ല. ഞാൻ ഈ മിമ്പറിൽ കയറുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഷെയ്ഖ് ഹറമിലെ ഇമാമിന്റെ ഒരു സംസാരം കേട്ടു. ഷെയ്ഖ് സുദൈസിന്റെ ഒരു സംസാരം കേട്ടു. എത്ര സുന്ദരമായി കൊണ്ടാണെന്നറിയാം അദ്ദേഹം വിശദീകരിക്കുന്നത്. പ്രവാചകനോ സ്വഹാബികൾക്കോ താബിയുകൾക്കോ തബഉ താബിയുകൾക്കോ അയിമ്മത്തിന്റെ ഇമാമുകൾക്കോ ഇവർക്കാർക്കും പരിചയമല്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ജന്മദിനാഘോഷം അവർക്കാർക്കും പരിചയമല്ല. ഇത് ഉറപ്പാണ് സഹോദരങ്ങൾ. പ്രാമാണികമായിട്ട് നമ്മൾ പഠിച്ചാൽ മതി. ആരാ ദീന് പൂർത്തിയാക്കിയത്? ദീനിൽ കൂലി കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പഠിപ്പിച്ചു. പല്ല് തേക്കണം നബി പഠിപ്പിച്ചിട്ടില്ലേ? പള്ളിയിൽ കയറുമ്പോൾ വലത് കാല് വെക്കണം ആരാ പറഞ്ഞു? നബിയാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, വുളൂ ചെയ്യേണ്ട രൂപം ആരാ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താ നബി പഠിപ്പിക്കാതെ പോയത്? ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ കൂലി കിട്ടുന്ന കാര്യമായിരുന്നെങ്കിൽ നബിദിനം ആഘോഷിക്കണമെന്ന് പഠിപ്പിക്കൂലേ? എന്തായാലും പഠിപ്പിക്കൂലേ? എന്താ നബി പഠിപ്പിക്കാതെ പോയത്? നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനും ആയത്തുകളുണ്ട്, 30 ജുസ്ഉകളുണ്ട്, 114 അധ്യായങ്ങളുണ്ട്. ഈ അധ്യായങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനത്തിന് പ്രാധാന്യം കൊടുത്ത ഒരായത്ത് കാണാൻ പറ്റുമോ? ഒരു വ്യക്തിയുടെ ജനനത്തിനോ മരണത്തിനോ അല്ല പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാമിൽ. അയാളുടെ കർമ്മങ്ങൾക്കാണ്, അയാളുടെ ജീവിതത്തിനാണ്. ആ സുന്ദരമായ ജീവിതമാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചത്. അങ്ങനെ ആ പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ജീവിക്കുക. അതാണ് പ്രവാചക സ്നേഹം. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഈ ചർച്ചകൾ നടക്കുന്ന നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ എല്ലാവരും ഉദ്ധരിക്കാറുണ്ട് മഹാനായ താജുദ്ദീൻ അൽ ഫാഖിഹാനി റഹിമഹുല്ലയുടെ ഒരു വാചകം. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് ലാ അഅലമു ലിഹാദൽ മൗലുദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. അർത്ഥം പറയേണ്ട പോലും ആവശ്യമില്ല, അത്രമാത്രം വ്യക്തമാണ് വാചകം. ലാ അഅലമു, എനിക്കറിയില്ല, ലിഹാദൽ മൗലൂദി അസ്ലൻ, ഈ മൗലൂദിന് ഒരു അസ്ലുള്ളതായിട്ട്, ഒരു അടിത്തറയുള്ളതായിട്ട് എനിക്കറിയില്ല എന്നാ. നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു പണ്ഡിതനാണ് ഇദ്ദേഹം. അദ്ദേഹം പറയാ, നബിദിനം ആഘോഷിക്കുന്നതിന് ഒരു അസ്ലം തീയതി ഞങ്ങൾ എവിടെ? ഫീ കിതാബിൻ വലാ സുന്ന, കിതാബിലുള്ള സുന്നത്തില്ല, ഖുർആനിലുള്ള സുന്നത്തിലുള്ള. വലാ യുൻഖലു അമലുഹു അൻ അഹദി മിൻ ഉലമാഇൽ അയിമ്മ മിൻ ഉലമാഇൽ ഉമ്മത്തി അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ. ദീനിൽ മുൻകടന്നു പോയ സലഫുകളായ അവരാരും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, അവരിതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അവരും അതിനെക്കുറിച്ച് സൂചന നൽകിയിട്ടില്ല. എന്നാൽ ഇത് എവിടുന്ന വന്നത്? അദ്ദേഹം പറഞ്ഞു ബൽ ഹുവ ബിദ്അത്തുൻ, ഇത് ബിദ്അത്തായ കാര്യമാണ്. അഹ്ദതഹൽ ബത്താലൂന, ഇത് ഉണ്ടാക്കിയ ആൾക്കാരറിയോ? തീച്ചക്കൊതിയന്മാർ. എന്റെ വാചകമല്ല, ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അഹ്ദതഹ അൽ ബത്താലൂൻ, ബത്താലൂനുകളായ തീച്ചക്കൊതിയന്മാരായ ആളുകൾ ഉണ്ടാക്കിയ പരിപാടിയാണിത്, അല്ലാതെ ദീനിലുള്ളതല്ല എന്ന് ഇമാം താജുദ്ദീൻ അൽ ഫാഖിഹാനി അദ്ദേഹത്തിന്റെ വാചകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ എന്താ പറയുക? ഇതൊരു ബിദ്അത്തായ കാര്യമാണ്. ഏതെങ്കിലും സഹോദരങ്ങൾ, എന്റെ ഖുത്ബ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ ആ ആഘോഷവുമായി ബന്ധപ്പെടുന്നുണ്ട് എങ്കിൽ എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, അതിന്റെ പ്രാമാണികത ഉറപ്പുവരുത്തി എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്തോളൂ. ദലീലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ദലീലുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പൊ നബിദിനത്തെ കുറിച്ച് പിന്നെ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ പറഞ്ഞത് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്നാ. ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള ദിവസമാണെന്നാ.
മലയാളത്തിൽ എഴുതി വെച്ച പുസ്തകങ്ങളുണ്ട്. ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്തല്ല, പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടത്, ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. എന്താ പുസ്തകത്തിൽ? ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വം ഉണ്ടോന്ന്. സഹോദരങ്ങൾ, ലൈലത്തുൽ ഖദറിന് മഹത്വം നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ലൈലത്തുൽ ഖദറിന് മഹത്വമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദർ അല്ലാഹു പഠിപ്പിച്ചു. അല്ലെ, അന്ന് മലക്കുകൾ ഇറങ്ങും, തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങും. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. ആ ലൈലത്തുൽ ഖദർ എന്തുണ്ട്? അൽഫ് ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഇത് ഖുർആനിലുള്ളതാണ്, ഖുർആനിലുള്ളതാണ്. ലൈലത്തുൽ ഖദറിന് 1000 മാസങ്ങളെക്കാൾ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിച്ച ഖുർആൻ, അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള ദിവസമാണ് നബിയുടെ ജന്മദിനം ഇസ്ലാമിലെങ്കിൽ പ്രവാചകൻ അത് പഠിപ്പിക്കാതെ പോയി എന്ന് പറയുന്ന ആൾക്കാര് അള്ളാന്റെ റസൂലിന്റെ മേലിൽ അവരെന്താ ആരോപിക്കുന്നത്? നബി ദീന് പൂർത്തിയാക്കിയിട്ടില്ല എന്നാ. അത്രയും മഹത്തുള്ള ഒരു ദിവസം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിക്കാതെ പോയിന്നോ? വേറെ സ്ഥലത്ത് വായിച്ചത് 2 പെരുന്നാളുകളേക്കാൾ മഹത്വമാണ് നബി ജനിച്ച ദിവസത്തിന്. നഅൂദുബില്ലാ. നബി ജനിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെരഞ്ഞെടുപ്പിനൊക്കെ പ്രത്യേകം അതിലൊന്നും സംശയമല്ല, അതിൽ നമുക്ക് ആർക്കും ഡൗട്ടില്ല. അതൊക്കെ ഹദീത്തിൽ വന്ന് അതേപോലെ നമ്മൾ വിശ്വസിക്കും, നമ്മൾ അംഗീകരിക്കും. എന്നാൽ പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുമ്പോൾ പെരുന്നാളിന്റെ ദിവസത്തിലുള്ള മര്യാദകളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ പെരുന്നാളിന് കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, പെരുന്നാൾ ഈദ് മുസല്ലകളിലാണ് നിസ്കരിക്കണം, എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെ, ഖുത്ബ പറയണം. അതിനേക്കാൾ മഹത്വം നബിയുടെ ജന്മദിനത്തിന് ഉണ്ട് എങ്കിൽ എന്തേ അതിന്റെ ആദാബുകളൊന്നും കിതാബുകളിൽ കാണാത്തത്, അതിന്റെ മര്യാദകളൊന്നും ഹദീസിലും ഖുർആനിലൊന്നും കാണാത്ത എന്താ? ഇനി നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞ വാചകം എന്താ? ഇതൊന്നും നബിയും കഴിച്ചിട്ടില്ല, സ്വഹാബികളില്ല, താബികളില്ല, തബൗ താബികളില്ല. ഹിജ്റ 600 ശേഷം വന്നതാണ്. ഹിജ്റ 600 ശേഷം. എങ്ങനെ ഈ ഹിജ്റ 600 ശേഷം വന്ന ഒരു കാര്യം ദീനിൽ കൂലി കിട്ടുന്ന കാര്യമായി മാറുക? ദീനിൽ കൂലി കിട്ടുന്ന ആരാ പഠിപ്പിയ? നബിയാണ്. നബി മരിച്ചു, നബി ചെയ്തിട്ടില്ല, സ്വഹാബികളില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ആരുണ്ടാക്കിയ നിങ്ങൾ? അൽ ഖൗലുൽ ഫസ്ൽ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. അൽ ഖൗലുൽ ഫസ്ൽ, അൽ ഖൗലുൽ ഫസ്ൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഫാത്തിമിയാക്കളാണ്, ഷിയാക്കളാണ് എന്തുണ്ടാക്കിയത്? നബിദിനാഘോഷം ഉണ്ടാക്കിയത്. നബിദിനാഘോഷം ഉണ്ടാക്കിയ ഷിയാക്കളാണ്, എന്റെ വാചകല്ല. അൽ ഖൗലുൽ ഫസ്ൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച വാചകമാണ്. അവരുണ്ടാക്കിയത് നോക്കി നിങ്ങൾ. ഷിയാക്കൾ ഉണ്ടാക്കിയ ആരാ? ഷിയാക്കൾ ആരാ? ഷിയാക്കൾ എന്ന് പറഞ്ഞ ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അവർ നരകത്തിലാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരാണ്. അവർ നരകത്തിലാണെന്ന് പറഞ്ഞ ആൾക്കാരെ ഷിയാക്കള്. സ്വഹാബികളെ ചീത്ത പറയുന്ന ആൾക്കാര്, സ്വഹാബികളെ തെറി പറയുന്ന ആൾക്കാർ, അവരാണ് ഷിയാക്കള്. ആ ഷിയാക്കൾ ഉണ്ടാക്കിയ ആചാരാണ് നബിദിനം. അത് ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന കാര്യം. എന്നിട്ട് അതെന്ത് ചെയ്യുക? നമ്മളെ മുസ്ലിം സമൂഹം ഇങ്ങനെ ആഘോഷിക്കുക. അത് ആഘോഷിക്കാത്തവൻ പ്രവാചകനോട് സ്നേഹമില്ലാത്തവനാണ് എന്ന് വിമർശിക്കുക. ഞാൻ പറഞ്ഞു, ഇത് വൈകാരികമായി പോകുന്നത്. നമ്മൾ നബിയെ സ്നേഹിക്കേണ്ട ആൾക്കാരാണ്, നമ്മൾ നബിയെ ഇഷ്ടപ്പെടേണ്ട ആൾക്കാരാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു കാര്യം എന്തിനാ സഹോദരങ്ങളെ നമ്മൾ മടി കാണിക്കും? നബി പഠിപ്പിച്ചതാണെങ്കിൽ നമ്മൾ താടി വളർത്തുന്നത്, നമ്മൾ ഞെരിയാണിയുടെ മുകളിൽ വസ്ത്രം ഉയർത്തി ധരിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത്, ഇതൊക്കെ ആര് പഠിപ്പിച്ചിട്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കും, വലത് കാലിലെ ചെരുപ്പ് നമ്മൾ ആദ്യം ധരിക്കും. അല്ലെ, ടോയ്ലറ്റിൽ പ്രവേശിക്കും, അവിടെ മര്യാദ ഉണ്ട്. ഉറങ്ങുമ്പോൾ എവിടെ മര്യാദ ഇല്ലാത്തത്? അതൊക്കെ എന്താ? അത് പ്രവാചക സ്നേഹത്തിന്റെ അടയാളമാണ്. പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നബിയെ സ്നേഹിക്കണം, നബി പഠിപ്പിച്ചതുപോലെ, ദീനിലുള്ളതുപോലെ. അതല്ലാതെ ഈ രീതിയിലുള്ള ആചാരങ്ങൾ ഉണ്ടാക്കി, പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ ഉണ്ടാകുക വളരെ ബിദ്അത്താണ്. ബിദ്അത്ത് അവിടെ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിൽ നിന്നും ബിദ്അത്തിന്റെ അഹ്ലുകാരിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് നബിയെ ഏറ്റവും കൂടുതൽ കണ്ട മനസ്സിലാക്കിയ സ്വഹാബികൾ സ്നേഹിച്ചതുപോലെയാണ്, മനസ്സിലാക്കിയതുപോലെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അവരാരും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന രീതിയിലുള്ള ഒരു പ്രവാചക സ്നേഹം കൊണ്ടാടിയവരല്ല, ഒരാഘോഷം സംഘടിപ്പിച്ചവരല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം
അതിൽ തർക്കമുണ്ട് ഇസ്ലാമിക ലോകത്ത്. നബി ജനിച്ച ദിവസം ഏതാണ്? വലിയ തർക്കങ്ങളുണ്ട്. വർഷത്തിന്റെ വിഷയത്തിൽ പോലും തർക്കമുണ്ട് എന്ന് മാല കിതാബുകളിൽ കാണാൻ പറ്റും. ദിവസമല്ല, ആഴ്ചയല്ല, മാസമല്ല, വർഷത്തിന്റെ വിഷയത്തിൽ പോലും തർക്കമുണ്ട്. എന്നാൽ തർക്കമില്ലാത്ത കാര്യം എന്താ അറിയോ? ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് ഒരു തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12-നാണ്. അതിൽ തർക്കമല്ല, അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഒരു മഹാപ്രവാചകൻ മരണപ്പെട്ട, മദീന ഏങ്ങിക്കരഞ്ഞ ദിവസം നമ്മൾ അങ്ങാടിയിൽ എന്ത് ചെയ്യുക? പ്രകടനം നടത്തുക. നമ്മൾ അങ്ങാടി റോഡ് ബ്ലോക്കാക്കുക. നബി പറഞ്ഞ റോഡ് ബ്ലോക്കാക്കാൻ പാടില്ല. നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യുക? ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. നബി മരിച്ച ദിവസം, നബി ജനിച്ചതെന്നുള്ള വിഷയം തർക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ആഘോഷത്തിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ ദീനിൽ എന്ത് ചെയ്യും? അകന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞൊരു വാചകം, ഇത്തബിഉ, ഇത്തബിഉ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടരുക, ഇത്തിബാഉ ചെയ്യുക. വലാ തബ്തദിഉ, പുതുതായി എന്ത് ചെയ്യരുത്? ഉണ്ടാക്കാതിരിക്കുക. പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഫഖദ് ഖുഫീതും, അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ പിന്തുടരുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മതിയാകും. അത് മതി നിങ്ങൾക്ക് ദീനിൽ. നിങ്ങളുടെ വകയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദീനിൽ ഒന്നും ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും ലളിതമായ വഴികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത്തിബാഅ്, നബിയെ പിന്തുടരുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എന്ത് വേണം? അവരുടെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യണം, അനുധാവനം ചെയ്യണം. അതാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ. നബിയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നബിയെ ഇത്തിബാഅ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ പ്രവാചക സ്നേഹത്തിന്റെ ഒന്നാമത്തെ അർത്ഥം എന്താ? നബിനെ ഇത്തിബാഅ് ചെയ്യുക, നബി കൽപ്പിച്ചതൊക്കെ ചെയ്യുക. രണ്ടാമത്തത് എന്താ? ത്വാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ അമറ, നബി കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്തൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിച്ചോ നിങ്ങൾ ചെയ്യുക, എന്തൊന്ന് വിരോധിച്ചോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒഴിവാക്കുക. അപ്പൊ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ, പലിശ വാങ്ങാൻ പാടില്ല, പ്രവാചക സ്നേഹത്തിന്റെ അടയാളാണ്. പ്രവാചക സ്നേഹത്തിന്റെ അടയാളം എന്താ? പലിശ വാങ്ങാൻ പാടില്ല, ഹറാമുകൾ ചെയ്യാൻ പാടില്ല. ഇതാണ് പ്രവാചക സ്നേഹം. അതേപോലെ തന്നെ മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു സുന്ന, നബിയുടെ ചര്യ, അതിനെ ജീവിപ്പിക്കുക. സുന്നത്തുകൾ എന്ത് ചെയ്യുക? ജീവിപ്പിക്കുക. ധാരാളം സുന്നത്തുകൾ ചെയ്യുക. ഒരു ദിവസം എത്ര സുന്നത്തുകളുണ്ട്. നബിയെ സ്നേഹിക്കുന്ന ഒരാള് സുന്നത്തുകൾ പഠിക്കുക വേണ്ടത്. സുന്നത്തുകൾ പഠിച്ച് മനസ്സിലാക്കി അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതല്ലാതെ ഏതെങ്കിലും ഒരു വർഷത്തിലെ പ്രത്യേകം ഒരു മാസത്തിൽ എന്ത് ചെയ്യുക? ഒരു പന്തലൊക്കെ കെട്ടി കുറെ ബെയ്ത്തൊക്കെ ചെല്ലി ഒരു പ്രത്യേക ആഘോഷം, അതൊന്നല്ല പ്രവാചക സ്നേഹമല്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം കത്റത്തു സ്വലാത്ത്, നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നബിയോട് സ്നേഹമുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്. നബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ? സ്വലാത്ത് നബിയുടെ പേരിൽ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ആ സ്വലാത്ത് എന്താണ്? ഇബ്രാഹിമിയ സ്വലാത്താണ്. ഇനി ഏറ്റവും ചുരുങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ. സ്വലാത്ത് ചൊല്ലിയാൽ വലിയ മഹത്വങ്ങളുണ്ട്, വലിയ പ്രത്യേകതകൾ. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇതൊക്കെയാണ് പ്രവാചക സ്നേഹത്തിന്റെ അടയാളമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ആ രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ബിദ്അത്തായ പ്രമാണങ്ങളില്ലാത്ത വഴികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ ഈ വരുന്ന ഞായറാഴ്ച പ്രവാചക സ്നേഹത്തിന്റെ യഥാർത്ഥ അടയാളങ്ങൾ, പ്രവാചകൻ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, ആ വിഷയത്തിൽ പഠനാർഹമായ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. മഗ്രിബ് നമസ്കാര ശേഷം ബഹുമാന്യനായ ഷാഫി സ്വബാഹിയാണ് ആ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. സാധിക്കുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുടുംബസമേതം തന്നെ ആ പ്രോഗ്രാമിലേക്ക് വരിക, കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും മനസ്സ് കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാം പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 25-ാം തീയതി ചൊവ്വാഴ്ച വാടാനപ്പള്ളി ബഹുവാൻ ഓഡിറ്റോറിയത്തിൽ വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. സാധിക്കുന്ന സഹോദരികൾക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഈ ഡിസംബർ മാസത്തിലെ ആഗസ്റ്റ് മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയിലാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എല്ലാ മാസത്തിലും 3-ാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ നമ്മളൊരു കളക്ഷൻ എടുക്കുകയാണ്. എല്ലാവർക്കും കൂലിയിട്ടുന്ന കാര്യമാണ്, ആരും പ്രയാസപ്പെടേണ്ടതില്ല. ഒരു ദഅവ കളക്ഷൻ നമ്മുടെ പള്ളിയിൽ കുറേ ദഅവ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമുകൾക്ക് എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാ മാസത്തിലെയും 3-ാമത്തെ വെള്ളിയാഴ്ച ദഅവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ സഹായം
നമുക്ക് പറ്റുന്ന ഒരു സഹായം ചെയ്യുക. പുറത്ത് അതിനുള്ള സൗകര്യം സംഘാടകർ പള്ളിയുടെ ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലുണ്ടാകണം. എല്ലാ മാസത്തിലെയും 3-ാമത്തെ വെള്ളിയാഴ്ച നമ്മൾ എടുക്കുന്ന കളക്ഷൻ ദഅവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു പണം കൊണ്ടേ കാര്യം ലഘുലേഖ അടിക്കുക, അല്ലെങ്കിൽ പോസ്റ്റർ അടിക്കുക, അല്ലെങ്കിൽ മൈക്ക്, അതെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയാണ്. ആ കാര്യത്തിൽ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നറിയാം. അല്ലാഹു അത്തരം നന്മകളിൽ പങ്കുചേരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായി മനസ്സിലാക്കുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിദ്അത്തുകളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.